നമസ്കാരം. നവരാത്രിയിലെ നവദുർഗ അവതാരങ്ങളിൽ മാ പാർവതിയുടെ തമോ ഗുണപ്രധാനമായിട്ടുള്ള ഏക അവതാരമാണ് കാളരാത്രി അഥവാ കാളീദേവി. കഴുതപ്പുറത്ത് ഭഗവതി അഴിഞ്ഞുലഞ്ഞ കേശഭാരവുമായി ജടാഭാരവുമായി കയ്യിൽ ഭീകരമായൊരു വാളുമേന്തി തൻ്റെ ശ്വാസനിശ്വാസങ്ങളിൽ തീജ്വാലകൾ പുറപ്പെടുവിച്ചുകൊണ്ട് എഴുന്നള്ളുന്ന സമയത്ത് സകല ദുഷ്ടശക്തികളും ഇല്ലാതെയാകും എന്നത് തീർച്ചയാണ്. കാളരാത്രി ഭഗവതിയുടെ അവതാരത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ശുംഭനിശുംഭന്മാർ അതീവ ഗൗരവശാലികളായിട്ടുള്ള ഭീകരന്മാരായിട്ടുള്ള അസുരന്മാരായിരുന്നു. അവർ ത്രിലോകങ്ങളെ കീഴടക്കി തങ്ങളുടെ ദുർഭരണം അവിടെ നടമാടിയപ്പോൾ അവരെ ഇല്ലാതാക്കുവാൻ ഭഗവതിയുടെ സഹായം സകലരും തേടി. മാ ഭഗവതി ചാമുണ്ടിയായി ചണ്ഡീദേവിയെ അവതരിക്കുകയാണ്. ചണ്ഡീദേവി ഈ ശുംഭനിശുംഭന്മാരുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. ശുംഭനിശുംഭന്മാർ തങ്ങളുടെ സേനാനായകന്മാരായിട്ടുള്ള ചണ്ഡമുണ്ടന്മാരെ ഭഗവതിയെ എതിർക്കുവാൻ വേണ്ടി അയക്കുകയാണ്. ചണ്ഡമുണ്ടന്മാരുമായി ഭഗവതിയുടെ യുദ്ധമുണ്ടായ സമയത്ത് ഭഗവതിയിൽ നിന്നും ചാമുണ്ടിയിൽ നിന്നും കാളരാത്രി എന്ന സങ്കല്പം ഉണ്ടാവുകയാണ്, എന്ന അവതാരം ഉണ്ടാവുകയാണ്. കറുത്ത കാളി, കാളരാത്രി. ചാമുണ്ടി കാളരാത്രിയുടെ സഹായത്തോടുകൂടി ശുംഭനിശുംഭന്മാരിലെ പ്രധാനികളായിട്ടുള്ള ഈ ചണ്ഡമുണ്ടന്മാരെ വധിച്ച് ചാമുണ്ടി എന്നറിയപ്പെടുകയാണ്. അപ്പോഴാണ് രക്തബീജൻ എന്ന് പറയുന്ന അസുരൻ്റെ വരവ്. ഈ രക്തബീജനൊരു പ്രത്യേകതയുണ്ട്. ഇയാളുടെ ശരീരത്തിൽ മുറിവുണ്ടായാൽ ആ മുറിവിലെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും അത് താഴെ വീണാൽ ഭൂമിയിൽ പതിച്ചാൽ ഇനിയൊരു രക്തബീജൻ കൂടെ ഉണ്ടാവും, ഒരു ക്ലോണിംഗ്. അങ്ങനെ ഒന്നിൽ നിന്ന് ആയിരക്കണക്കിന് രക്തബീജന്മാർ അവിടെ മുഴുവൻ യുദ്ധരംഗം മുഴുവൻ കീഴടക്കും. ഇവനെ പരാജയപ്പെടുത്തുക വളരെ പ്രയാസകരമാണ്. ആ സമയത്ത് കാളരാത്രി ദേവി തൻ്റെ തൽസ്വരൂപം കാണിക്കുകയാണ്. അവൻ്റെ ഓരോ മുറിവിലെയും ഓരോ തുള്ളി രക്തവും താഴെ വീഴാതെ ഭഗവതി തൻ്റെ നീണ്ട നാവ് കൊണ്ട് അത് പാനം ചെയ്യുകയാണ്. അങ്ങനെ രക്തബീജൻ്റെ ആ സ്വഭാവമൊക്കെ, ആ ഗുണമൊക്കെ, ആ വരമൊക്കെ ഇല്ലാതെയാവുകയും അവനെ ഭഗവതി വധിക്കുകയുമാണ്. ഇങ്ങനെ രക്തബീജൻ്റെ വധത്തിൽ ദേവി മഹാത്മ്യത്തിൽ കൃത്യമായി തന്നെ ഭഗവതിയുടെ ആ ഒരു മഹിമ കൃത്യമായി കാണുവാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഭഗവതിയുടെ മഹിമ അറിയുവാൻ സാധിക്കുന്നത് ദുർഗാസുരൻ, ഇയാൾ വേദങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി. പോയ സമയത്ത് ഭഗവതി മാ പാർവതി ഈ കാളരാത്രി ദേവിയെ ദൂതിനയക്കുന്നുണ്ട്. ഭഗവതി ദുർഗാസുരനോട് ചെന്ന് താക്കീത് നൽകുകയാണ്, മര്യാദയ്ക്ക് വേദങ്ങളൊക്കെ തിരിച്ചു തരും. പക്ഷേ ദുർഗാസുരൻ തങ്ങളുടെ ഭടന്മാരെ ഉപയോഗിച്ച് ഭഗവതിയെ ഒന്ന് വിരട്ടുവാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഭഗവതി തൻ്റെ തൽസ്വരൂപം ഒന്ന് കാണിച്ച് അവിടെ നിന്നും തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. പിന്നീട് കൈലാസത്തെ ആക്രമിക്കുന്നുണ്ട് ഈ ദുർഗാസുരൻ. ആ സമയത്ത് ഈ ദുർഗാസുരൻ്റെ അന്ത്യം കാണുന്നത് മാ പാർവതി ദേവിയിലൂടെയാണ്. ഭഗവതി കാളരാത്രിയുടെ സഹായത്തോടുകൂടി ദുർഗാസുരൻ്റെ അന്ത്യം കുറിക്കുകയാണ്. അങ്ങനെ മാ പാർവതി ദുർഗയായി മാറുകയാണ്. ദുർഗാസുരനെ വധിച്ച ദുർഗയായി മാറുകയാണ്. ഇങ്ങനെ കാളരാത്രി ദേവിയുടെ മഹാത്മ്യങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ ധാരാളമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിൽ കാളരാത്രി തെയ്യം എന്നൊരു തെയ്യമുണ്ട്. അത് കൃത്യമായിട്ട് കണ്ണൂരുകാർ അത് ചെയ്യുന്നത് തങ്ങളുടെ കന്നുകാലികളെയും സമ്പത്തിനെയുമൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും പലതരം ഭയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമായിട്ടാണ്. ഭയത്തിൽ നിന്ന് മോചിതരാകുന്നതിന് വേണ്ടിയിട്ടാണ് കാസർഗോഡ് ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള
ഈ കാളരാത്രി തെയ്യം കെട്ടുന്നത്. ഇരുണ്ട രാത്രിയുടെ നിറം, ജടപിടിച്ച മുടി, 3 കണ്ണുകൾ, 4 കൈകൾ, ഇടത്ത് കൈയിൽ ഖഡ്ഗവും ഇടിമിന്നലും, വലത്ത് കൈയിൽ അഭയവരദ മുദ്രകൾ. ഇടിമിന്നലിനെ പോലെ തോന്നിക്കുന്ന ഒരു മാല ദേവിയുടെ കഴുത്തിലുണ്ട്. നിശ്വസിക്കുമ്പോൾ തീജ്വാലകൾ പുറത്തേക്ക് വരും. അങ്ങനെയുള്ള ഭഗവതി കോവർ കഴുതപ്പുറത്താണ് എഴുന്നള്ളുന്നത്. ഈ കാളരാത്രിയുടെ ആ രൂപം കാണാൻ അതിഭയാനകമാണ്. പക്ഷേ അവൾ ഭക്തർക്ക് ശുഭം മാത്രമേ നൽകുകയുള്ളൂ. അതുകൊണ്ട് ഭഗവതിയെ ശുഭങ്കരി എന്നൊരു പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. ഭക്തർ ഭയപ്പെടുകയോ പരിഭ്രാന്തരാവുകയോ ചെയ്യുകയാണെങ്കിൽ ഭഗവതി അവിടെ തീർച്ചയായിട്ടും അവർക്ക് രക്ഷയായി ഓടിയെത്തും. ദുഷ്ടന്മാരെ നശിപ്പിക്കുന്ന ഭഗവതി അസുരന്മാരെയും പ്രേതങ്ങളെയും ദുഷ്ടശക്തികളെയും പിശാചുക്കളെയും ഒക്കെ ആട്ടി അകറ്റുന്നു. സാധാരണക്കാരായ ആളുകൾ അഗ്നി, ജലം, മൃഗം, ശത്രു, രാത്രി ഇവയുടെ ഭയമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഭഗവതിയുടെ കാളരാത്രിയുടെ ഭക്തിയിലൂടെ അതിൽ നിന്നും മോചിതരാകുവാൻ സാധിക്കും. അങ്ങനെയുള്ള മാ ഭഗവതി കാളരാത്രി നവരാത്രിയുടെ 7ാം ദിനം നവദുർഗയിലെ 7ാമത്തെ ദുർഗയായി ഭക്തർക്ക് അഭയവരദ മുദ്രകളിലൂടെ ആ ധ്യാനരൂപത്തിൽ കൃത്യമായിട്ട് തന്നെ കാണുവാൻ സാധിക്കും. അഭയവരദ മുദ്രകൾ രണ്ടുമുണ്ട്. അഭയവും നൽകും, വരവും നൽകും. അഭയവരദ മുദ്രകളിലൂടെ നമ്മെ സംരക്ഷിക്കുന്നു. തമോ ഗുണപ്രധാനിയാണ്. കണ്ടാൽ ഭീകരരൂപിയായി തോന്നും. പക്ഷേ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ നിറകുടമാണ് നമ്മുടെ കാളരാത്രി ഭഗവതി. അങ്ങനെയുള്ള കാളരാത്രി ഭഗവതിയെ ആരാധിക്കുന്നവർക്ക്, ആശ്രയിക്കുന്നവർക്ക് എന്നും നന്മകളും സ്നേഹവും ദയയും മാത്രമേ ഭഗവതി നൽകുകയുള്ളൂ. എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവതിയെ ചിന്തിച്ചുകൊണ്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് കാളരാത്രിയെ നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം.